ഏലക്കായയും ശർക്കരയും നെയ്യും എല്ലാം കൂടി ഇട്ട് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ഇങ്ങനെ ഇവിടെ അടുത്ത് വെക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇന്ന് നമുക്ക് ചായയുടെ കൂടെ പെട്ടെന്നൊരു മുട്ടക്കുഴലപ്പം ഉണ്ടാക്കിയാലോ? എന്നാവാ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് തേങ്ങ ആവശ്യമുണ്ട്. തേങ്ങ വേണം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ഏലക്കായ ഇടണം, ഇച്ചിരി ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. ശർക്കര ഇല്ലാത്തവർക്ക് പഞ്ചസാരയും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു മുട്ട, പിന്നെ നമുക്ക് മൈദയും ആട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊടി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ബൗള് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അരിച്ച് ഈ ബൗളിലേക്ക് ഇടാം. അതുപോലെ തന്നെ 1/2 കപ്പ് ആട്ടപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആട്ടപ്പൊടിയും ഇതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇത് നേരത്തെ അരിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ രണ്ടും പെട്ടെന്ന് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഉപ്പൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് വെള്ളത്തിന് പകരം പാലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് പാല് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ വെള്ളവും കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി വെള്ളം പോലെ ആകണ്ട, ഒത്തിരി തിക്കാവണ്ട, ഇതുപോലെ ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മുട്ടക്കുഴലപ്പം ഉണ്ടാക്കാം. നമ്മുടെ ബാറ്റർ അപ്പം റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് വെച്ച് കൊടുക്കാനുള്ള തേങ്ങയുടെ കൂട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് തേങ്ങയുടെ കൂട്ട് റെഡിയാക്കാനാണ്. അപ്പോൾ നമുക്ക് ശർക്കര എടുക്കാം. ശർക്കര എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചീകി അങ്ങ് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യുവല്ല, ചീകി ഇടുവാണ്. ചീകി ഇടുമ്പോൾ പെട്ടെന്ന് അതങ്ങ് മെൽറ്റ് ആയിക്കോളും. അടുപ്പിൽ വെച്ച് ഉരുക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഒത്തിരി സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചീകി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഈ ശർക്കര നല്ല ശർക്കരയാണ്, അങ്ങനെ മണ്ണൊന്നും ഇല്ലാത്തതാണ്. ഞാൻ നേരത്തെ ഇത് ഉരുക്കിയെടുത്ത് അരിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. പണ്ടുള്ളവർക്കെല്ലാം ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന, വീട്ടിൽ എളുപ്പത്തിൽ ചായക്ക് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ ജനറേഷനിൽ ഒരു പക്ഷേ എല്ലാവർക്കും ഇത് അറിയത്തില്ലായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഏലക്ക ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 ഏലക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഇവിടെ ചതച്ചിട്ടിട്ടുണ്ട്. അതല്ല പഞ്ചസാരയാണ് ഇടുന്നതെങ്കിൽ പഞ്ചസാരയുടെ കൂടെ ഏലക്കായും കൂടെ ഇട്ട് മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുത്ത് ഇടുവാണെങ്കിൽ പെട്ടെന്ന് കഴിയും. കൈ കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് തിരുമ്മി ഇതിനെ കൂട്ടി യോജിപ്പിക്കാം. ശർക്കര നമ്മൾ ചീകി ഇട്ടത് കൊണ്ട് പെട്ടെന്ന് അത് അലിഞ്ഞു ചേർന്നു. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങയുടെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ശർക്കരയും തേങ്ങയും ഏലക്കായും കൂടെ ഉള്ള കൂട്ട് റെഡിയായി. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ മമ്മി ഞങ്ങൾക്ക് എപ്പോഴും സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന 2 ഐറ്റംസിൽ ഒന്നായിരുന്നു. ഇവിടെ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇരുണ്ട് നിൽക്കുകയാണ് പുറത്ത്. ഇന്നൊരു റെയിനി ഡേ ആണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു ഫ്രൈയിങ് പാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ചൂടായിരിക്കുന്ന തവയിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് നമുക്ക് എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ തവ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് നമുക്ക് വളരെ നേർത്തതായിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. മറിച്ചിടുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് തൂക്കി കൊടുക്കാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ തേങ്ങയുടെ കൂട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കിത് ചുരുട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇത് നന്നായിട്ട് ചൂടായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്തിരുന്ന തേങ്ങയും ആ ശർക്കര എല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റായി വരും. അപ്പൊ ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ മുട്ടയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്റർ ആയതുകൊണ്ട് ഇതിനെ മുട്ടക്കുഴലപ്പം എന്ന് നമുക്ക് വിളിക്കാം. എന്ത് ഭംഗിയല്ലേ, നമ്മുടെ മുട്ടക്കുഴലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാത്ത പുതിയ തലമുറ, ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. മെൽഫി ഫ്രം കൊൽക്കത്ത.